ഒരു ദിവസം ഞാൻ എൻ്റെ ഖുർആൻ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് എൻ്റെ ഉള്ളിൽ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു പോയി, അല്ലാ, എന്നെ സൃഷ്ടിച്ചവനെ, എന്നെ വഴി നടത്തുന്നവനെ, എന്നെ രക്ഷിക്കുന്നവനെ, നിന്റെ ഖുർആൻ വായിച്ചപ്പോൾ ഈസാ നബി ഇന്നും ജീവിച്ചിരിപ്പുണ്ടെന്നും മുഹമ്മദ് നബി മരിച്ചുപോയെന്നും സകല പ്രവാചകന്മാരും മരിച്ചുപോയെന്നും വായിക്കുന്നു. അല്ലാഹുവേ, സത്യത്തിൽ ഞാൻ ആരെയാണ് സ്വീകരിക്കേണ്ടത്, മരിച്ചുപോയവനെയോ ജീവിച്ചിരിക്കുന്നവനെയോ? അള്ളാഹിനോട് ഞാൻ ഉള്ളിൽ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് ഖുർആൻ തുറന്നപ്പോൾ കണ്ട വചനം 10-ാം അധ്യായം 94-ാം വാക്യം. ഖുർആൻ പറയുന്നു, ഫഇൻ കുൻതും ഫീ ശക്കിൻ മിമ്മാ അൻസൽനാ ഇലൈക ഫസ്അലിൽ ലദീന യഖറഊനൽ കിതാബ മിൻ ഖബ്ലിക ലഖദ് ജാഅകൽ ഹഖ്. ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ ഖുർആനിനകത്ത് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ പോയി ബൈബിൾ വായിച്ചവരോട് ചോദിച്ച് പഠിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പോയി ബൈബിൾ വായിക്കുക, നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങളെ വിട്ടകലും. ഖുർആൻ പറയാ, ഖുർആനിൽ സംശയമുള്ളവനോട്, ക്രിസ്ത്യാനിയോടോ യഹൂദനോടോ പോയി ചോദിക്കാൻ, അല്ലെങ്കിൽ പോയി ബൈബിൾ വായിക്കാൻ. അപ്പൊ സത്യത്തിൽ എന്നെ ബൈബിൾ വായിക്കാൻ പ്രേരിപ്പിച്ചത് മാർപ്പാപ്പയുമല്ല, കർദിനാൾമാരുമല്ല, ബിഷപ്പ്മാരുമല്ല, അച്ഛന്മാരുമല്ല, സിസ്റ്റേഴ്സ് അല്ല, ആൽമായരല്ല, ഉപദേശിമാരല്ല, പാസ്റ്റർമാരല്ല, ബ്രദർമാരുമല്ല. എന്നെ ബൈബിൾ വായിക്കാൻ പ്രേരിപ്പിച്ചത് സാക്ഷാൽ മുസൽമാന്റെ പരിശുദ്ധ ഖുർആനാണ്. ഞാൻ മതം മാറിയതിന്, മനം മാറിയതിന് എന്നെ കുറ്റപ്പെടുത്തിയാൽ അതിനർത്ഥം അവർ പരിശുദ്ധ ഖുർആനിനെ കുറ്റപ്പെടുത്തുന്നതാണ്. ഖുർആനെ പറഞ്ഞത് പോയി ബൈബിൾ വായിച്ചോളാൻ. അങ്ങനെയാണ് ഞാൻ ബൈബിൾ വായിക്കാൻ തീരുമാനിക്കുന്നതും ഈ ധ്യാന കേന്ദ്രത്തിൽ എത്തിപ്പെടുന്നതും. എൻ്റെ കൈയൊന്ന് ഉയർത്തിപ്പിടിക്കാമോ എല്ലാവരും? എൻ്റെ കൈയും സകലതും മറന്ന് മാത്രം ഉറക്കി ഒന്ന് പറയാവോ? ഹല്ലേലൂയ. ഇതാരാണ് സംസാരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ ദിവസം തൻ്റെ സ്വന്തം ഭാര്യയെ തലയ്ക്കടിച്ച് അതിക്രൂരമായി ആക്രമിച്ച മാരോ ജോസഫ് എന്ന് പറയുന്നവനാണ് ഈ സംസാരിക്കുന്നത്. ഇയാൾ മുമ്പ് സുലൈമാനായിരുന്നു. പിന്നീട് സുലൈമാൻ എന്നുള്ളത് മാരോ ജോസഫായി മാറുകയാണ്. താൻ ഇസ്ലാം മതം വിട്ടുകൊണ്ട് ക്രിസ്തുമതത്തിലേക്ക് വരാനുള്ള കാരണം എന്താണെന്ന് പറയുന്നത് കണ്ടില്ലേ? ഖുർആനിനെ ഞാൻ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ഞാൻ ദുആ ചെയ്തു. ദുആ ചെയ്തപ്പോൾ ഖുർആനിൽ എനിക്ക് കാണാൻ സാധിച്ചത്, ആ ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത്, ഈ ഖുർആനിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ബൈബിളിൽ ചെന്ന് നോക്കാൻ. നോക്കൂ, എന്ത് പച്ച നുണയാണ് ഈ പറഞ്ഞു വെക്കുന്നത്. നോക്കൂ, ഖുർആനിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ആ സംശയം തീർക്കാൻ ബൈബിൾ പരിശോധിക്കാൻ ഖുർആനിൽ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? നോക്കൂ, തൻ്റെ മുന്നിലിരിക്കുന്ന ക്രൈസ്തവ വിശ്വാസികളെ ഈ മനുഷ്യൻ പൊട്ടന്മാരാക്കി മാറ്റുകയാണ്. ഒരു ഉളുപ്പ് പോലും ഇല്ലാതെ പച്ച നുണ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ലേശം ഉളുപ്പുണ്ടെങ്കിൽ, ഒരല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ഇത്തരം പച്ചനുണകൾ പ്രചരിപ്പിക്കുമായിരുന്നില്ല. നോക്കൂ, തൻ്റെ മുന്നിലിരിക്കുന്ന ക്രൈസ്തവ വിശ്വാസികൾക്കിടയിൽ അവരുടെ പിന്തുണയും സ്നേഹവും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്തരം നുണകളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഇസ്ലാം മതം വിട്ടുവരുന്നവൻ്റെ വാക്കുകൾ കേൾക്കാൻ അല്ലെങ്കിലും പലർക്ക് വലിയ താല്പര്യമാണ്. കാരണം ഇസ്ലാമിനെ കുറിച്ച് കുറ്റം പറയുന്നത് ഇങ്ങനെ കേട്ടിരിക്കാമല്ലോ. അത്തരം ആളുകളുടെ വാക്കുകൾ കേൾക്കാൻ സംഘികൾക്കും ക്രിസ്സംഘികൾക്കും വലിയ ആവേശമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം മതം വിട്ടുവന്ന സുലൈമാൻ എന്ന പേരുമാറ്റി മാരോ ജോസഫായ ഇവൻ്റെയും വാക്കുകൾ കേൾക്കാൻ സകല സംഘികളും ക്രിസ്സംഘികളും വലിയ ആവേശത്തോടെ കേട്ടിരുന്നു. നോക്കിവൻ ആദ്യകാലങ്ങളിൽ പറഞ്ഞു വച്ചത്, ഞാനൊരു ദാരിമിയായിരുന്നു, ദാരിമി ബിരുദമൊക്കെ എടുത്ത വ്യക്തിയാണ്, ഞാൻ ഖുർആനിനെ കുറിച്ചൊക്കെ ഇസ്ലാമിനെ കുറിച്ചൊക്കെ നല്ല ആഴത്തിൽ പഠിച്ചിട്ടുള്ള വ്യക്തിയാണ്, ഹദീസുകളൊക്കെ എനിക്ക് നല്ല രീതിയിൽ അറിയാം, അതിനെക്കുറിച്ചൊക്കെ ഞാൻ പഠിച്ചവനാണ് എന്നൊക്കെ നിരന്തരമായി പറഞ്ഞുകൊണ്ട്, നിരന്തരമായി ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ട്, നിരന്തരമായി കൊണ്ട് ഇസ്ലാമിനെ വിമർശിച്ച് ശ്രദ്ധേയനായി മാറിയവനാണ്. യഥാർത്ഥത്തിൽ ഇവൻ ഭൂലോക ഉഡായിപ്പാണ്. കാരണം ഇവൻ ദാരിമി എന്ന് പറയുന്ന ബിരുദം എടുത്തിട്ടേയില്ല. വർഷങ്ങൾക്ക് മുമ്പ് നമുക്കറിയാം, സമസ്തയുടെ പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, ആ ബഹുമാനായ തങ്ങൾ ഇവനെക്കുറിച്ച് കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട്. അന്ന് വർഷങ്ങൾക്ക് മുമ്പ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇവൻ വെറുമൊരു കള്ളനാണെന്ന് പറഞ്ഞു വെച്ചു, ഭൂലോക ഉഡായിപ്പാണെന്ന് പറഞ്ഞു വെച്ചു. സത്യത്തിൽ അതുതന്നെയാണ് നമ്മളെല്ലാവരും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, വർഷങ്ങൾക്ക് മുമ്പ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു വെച്ചത് എത്ര സത്യമായിരുന്നു. അന്ന് ആ വർഷങ്ങൾക്ക് മുമ്പ് ഇവൻ ദാരിമിയാണെന്നും മറ്റുമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്താണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളിൽ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പ്രതികരിച്ചത്. തങ്ങളെന്ന് പ്രതികരിക്കാൻ ഒരു കാരണമുണ്ടായിരുന്നു. കാരണം ഈ മാരോ ജോസഫ് എന്ന് പറയുന്ന മുമ്പ് സുലൈമാനായിരുന്നവൻ താൻ ദാരിമി എടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അന്ന് നന്ദി ദാറുസ്സലാമിലെ അന്നത്തെ പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് ബഹുമാനായ ജിഫ്രി മുത്തുക്കോയ തങ്ങളായിരുന്നു. എന്തായാലും തങ്ങൾ പറഞ്ഞ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. വർഷങ്ങൾക്ക് മുമ്പുള്ള വീഡിയോ ആണ്, അതുകൊണ്ട് തന്നെ ശബ്ദത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം. എന്തായാലും നോക്കാം. കുട്ടികൾക്കൊക്കെ ഒരു സംശയമുണ്ട്, ഒരു സുലൈമാൻ ക്രിസ്ത്യാനിയായിരിക്കണം, സുലൈമാൻ ദാരിമി, അങ്ങനെ എല്ലാ കുട്ടികളെ പിന്നെ മൊബൈലിലൊക്കെ ഒരു SMS ഒക്കെ വരുന്നുണ്ട്, അവന്റെ പുസ്തകമൊക്കെ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. ഓൻ സുലൈമാൻ ദാരിമിയല്ല. ഞാൻ നന്ദി ദാറുസ്സലാം അറബി കോളേജ് പ്രിൻസിപ്പാളാണ് കാലഘട്ടത്തിൽ, ഞാൻ പുറത്താക്കിയവനാണോ? അവൻ വയനാട് പിന്നെ പടിഞ്ഞാറത്തറയാണ് അവന്റെ രാജ്യം. അവനെ ഞാൻ പുറത്താക്കിയ എന്തിനാന്ന് ചോദിച്ചാൽ അവന് വല്ലാതെ നുണ അറിയുന്ന ആളാണ്, വല്ലാതെ പൊള്ളു പറഞ്ഞു. അപ്പോൾ ഒരു ദിവസം ഞാൻ മാനിക്ക് അവിടെയുള്ള സിറാജുദ്ദീൻ ദാരിമി കക്കാട് എന്ന് പറയുന്നത് വലിയ പ്രസംഗകനാണ്. അവനോ ഇവനൊക്കെ ഒന്നിച്ച് പഠിക്കുന്ന കാലത്താണ്.
അപ്പൊ അവൻ എന്താക്കി എന്ന് പറയും, സിറാജുദ്ദീൻ ദാരിമിനെ സംബന്ധിച്ച് ചില നുണകളൊക്കെ പറഞ്ഞു. സിറാജുദ്ദീൻ ദാരിമി അവിടുന്ന് എന്നോട് ചോദിച്ച് അവന്റെ പാസ്പോർട്ട് വാങ്ങാൻ വേണ്ടി പോയിരുന്നു. ഇവൻ വന്ന് നടന്നു പറയാണ്, സിറാജുദ്ദീൻ ദാരിമി ഉസ്താദിനോട് ചോദിക്കാതെ പോയിക്കുന്ന ഉസ്താദ് പറഞ്ഞേക്കണം. അങ്ങനെ ഞാൻ അവനെ വിളിച്ചു, കുട്ടികളെയും വിളിച്ചു. അവരോട് ഞാൻ പറഞ്ഞു, ഞാൻ എപ്പോഴും അവനോട് പറയുന്നുണ്ട്, എന്റെ ഹൃദയത്തിന് എന്തോ ഒരു തകരാറുണ്ടോ, ഈ വല്ലാതെ നുണ പറയുന്നുണ്ടല്ലോ. അപ്പൊ അന്ന് ഞാൻ അവനോട്, അന്ന് രാത്രി വിശാന്റെ ശേഷമാണ് ഞാൻ പറഞ്ഞു, ഇപ്പൊ ഇവിടുന്ന് പോകണം, ഈ കോളേജിൽ ഇരിക്കാൻ പറ്റില്ല എന്ന്. അതായത് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അന്ന് പ്രിൻസിപ്പളായിരുന്ന സമയത്താണ് ഇവൻ അവിടെ ആ ഒരു നന്ദി ദാറുസലാമിൽ പഠിച്ചിരുന്നത്. ഇവൻ വയനാട് പടിഞ്ഞാറത്തറ സ്വദേശിയാണെന്ന് തങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. അന്ന് ഇവനെ ആ സമയത്ത് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അന്ന് ഇവനെ പുറത്താക്കിയിരുന്നു. അവനെ പുറത്താക്കിയതിന് കാരണമായിക്കൊണ്ട് തങ്ങൾ പറഞ്ഞത് ഇവൻ വലിയ രീതിയിൽ നല്ല രീതിയിൽ നുണ പറയുന്നവനാണ് എന്നാണ്. തങ്ങൾ പറയുന്ന ബാക്കി കാര്യം കൂടി കേൾക്കാം. അങ്ങനെ അഭയം കൊടുത്തു. അത് ഞാനറിയും. പക്ഷെ രാത്രി അവനോട് കിടന്നോട്ടെ, അവിടെ 1-2 കൊല്ലം പഠിച്ചാളവൻ. ഇനി അവിടുന്ന് 2 കൊല്ലം കൂടി അവൻ പഠിക്കണം, 1.25 കൊല്ലം പഠിക്കണം, എന്നാലും അവനക്ക് ധാരിമി സനത് കിട്ടുള്ളൂ. അങ്ങനെ ഞാൻ അവിടുന്ന് പുറത്താക്കി. പിന്നെ അവനെ തിരിച്ചെടുക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഉമർ വാസുകി തങ്ങൾ നവറവാഹു മറക്കാതെ മരിച്ചുപോയി. മൂപ്പറാണ് നന്ദി ദാറുസ്സലാം അറബി കോളേജിന്റെ പ്രസിഡന്റ്. മൂപ്പർ എനിക്കൊരു എഴുത്തോട്ടയച്ചു. മരിച്ചുപോയ TV മുഹമ്മദ് MN ഒരു എഴുത്തോട്ടയച്ചു. അവന്റെ വയനാട്ടിലുള്ള പല ലീഗിന്റെ നേതാക്കന്മാരെയും കോൺഗ്രസിന്റെ നേതാക്കന്മാരെയും പല മുസ്ലിംമാരെയൊക്കെ കൂട്ടിയിട്ട് വന്നു. ഞാൻ അവരെ നന്ദി തിരിച്ചെടുത്തിട്ടില്ല. അതായത് ഇവന്റെ കയ്യിലിരുപ്പ് കാരണം ദാരിമി ഡിഗ്രി പൂർത്തിയാക്കാൻ ഏകദേശം 1.5 വർഷങ്ങൾക്ക് മുമ്പാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇവനെ പുറത്താക്കുന്നത്. അതിനുശേഷം ഇവൻ ചെയ്തു നോക്കൂ, അവിടെയുള്ള കുറച്ചു പാർട്ടിക്കാരെയും അതോടൊപ്പം മറ്റു ഉസ്താദുമാരെയും ഒക്കെ സംസാരിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും തന്നെ എടുക്കണമെന്ന് പലപ്പോഴായി അന്നത്തെ പ്രിൻസിപ്പളായിരുന്ന ജിഫ്രി മുത്തുക്കോയ തങ്ങളോട് പറയുന്നുണ്ട്. പക്ഷേ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഒരു കാരണവശാലും അവനെ അവിടെ എടുത്തതേയില്ല. ഇനി ഇവൻ എന്തുകൊണ്ടാണ് ക്രിസ്തുമതം സ്വീകരിക്കാൻ കാരണം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ജിഫ്രി തങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. അങ്ങനെ അവൻ അവിടുന്ന് ഒരു 3 മാസം കഴിയുമ്പോൾ പിന്നെ വയനാട് തന്നെ ഒരു ഫാത്തിമ മാത ഒരു ക്രിസ്ത്യാനികളുള്ള ഹോസ്പിറ്റലുണ്ട്. ആ ഹോസ്പിറ്റലിൽ വന്ന ഒരു അസുഖമായിട്ട് അവിടെ അഡ്മിറ്റ് ആവും. അവിടുന്ന് പിന്നെ ക്രിസ്ത്യാനികൾപ്പെട്ട ചില പിന്നെ അവരെ പിന്നെ ഈ കന്യക സ്ത്രീകളൊക്കെയാണ് അവർക്ക് സേവകർ. അവരായിട്ട് ബന്ധപ്പെട്ട് അവരോടുള്ളതായ ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ അവൻ ക്രിസ്ത്യാനിയുണ്ടത്. അപ്പൊ അവനൊരു ദാരിമി ക്രിസ്ത്യാനിയായി എന്ന് ചിലരൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇനിയിപ്പോ ഒരു ദാരിമി ആയതുകൊണ്ടോ അവൻ ചെയ്യാൻ പാടില്ലാന്നൊന്നുമില്ല. ഒരു ദാരിമി ആയി എന്നൊക്കെ വെച്ചാൽ ദാരിമി അല്ലെങ്കിൽ ബാസ്തവിയായി അതിനേക്കാൾ വലിയ സ്ഥലത്ത് ഒരുത്തനെ കിട്ടി നിൽക്കാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ കോളേജിൽ നിന്ന് കൊടുക്കുന്ന ഒരു സ്ഥലത്ത് കിട്ടി നിൽക്കുക. എന്നാലും അവൻ ക്രിസ്ത്യാനി കൂടെ അള്ളാഹു സുബ്ഹാനഹു ഒരുത്തനെ ഹിദായത്ത് കൊടുക്കുകയും ചെയ്യും. ക്രിസ്ത്യാനി ആവാം, അവൻ എന്തും ആവാം. പക്ഷെ ഇവൻ സുലൈമാൻ ഒരു ദാരിമിയല്ല, അവൻ സുലൈമാൻ മാത്രമാണ്. സുലൈമാൻ പടിഞ്ഞാറത്തവൻ, അവൻ ദാരിമിയായിട്ടില്ല. ഓനാണ് ദാരിമി ആവണമെങ്കിൽ 1.25 കൊല്ലം പഠിക്കണം. അവൻ മുത്തവൽ എന്ന് പറഞ്ഞ പോലീസിന് 2ാമത്തെ പഠിക്കണ ഒരു 3 മാസം പഠിച്ചിട്ടുള്ളൂ. ആ പഠിക്കുമ്പോഴാണ് അവനെ പുറത്താക്കുന്നത്. നമുക്ക് പിന്നീട് ഇവനെക്കുറിച്ച് അറിയുന്നത് വയനാട്ടിലെ ഫാത്തിമ മാത എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലിൽ അവിടെ അഡ്മിറ്റായി ഒരു രോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഡ്മിറ്റായ വാർത്തയാണ് അറിയാൻ സാധിച്ചത്. അതൊരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഹോസ്പിറ്റലായതുകൊണ്ട് തന്നെ അവിടെ അധികവും കാണാൻ സാധിച്ചത് കന്യാസ്ത്രീകളും മറ്റുമൊക്കെയാണ്. അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടപഴകി മറ്റുമൊക്കെയാണ് ഇവൻ ഈ ക്രിസ്തുമതത്തിലേക്ക് പോയതെന്നാണ് ബഹുമാനനായ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു വെക്കുന്നത്. നമുക്ക് ദാരിമി ഡിഗ്രി ഇവൻ എടുത്തിട്ടേയില്ല. പക്ഷേ ഇവനാകട്ടെ ക്രൈസ്തവ സമുദായങ്ങൾക്കിടയിൽ പറഞ്ഞു വെക്കുന്നത് താൻ ദാരിമിയായിരുന്നുവെന്നാണ്. നമുക്കിത് കേൾക്കുന്ന മറ്റു മതസ്ഥർ അവരെന്തായിരിക്കും ചിന്തിക്കുക? വലിയ ദാരിമി എന്ന് പറയുന്ന ഡിഗ്രിയൊക്കെ എടുത്തവൻ, ഇസ്ലാമിനെക്കുറിച്ചും ഹദീസുകളെക്കുറിച്ചും ഖുർആനിനെക്കുറിച്ചും ഒക്കെ ആഴത്തിൽ പഠിച്ചവൻ, അവസാനം ഇസ്ലാം മതം വിട്ടു. ഇസ്ലാം ഇങ്ങനെയൊക്കെയാണോ പഠിപ്പിക്കുന്നത്? അങ്ങനെയുള്ള രീതിയിലല്ലേ അവരെല്ലാവരും ചിന്തിക്കുക. നമുക്ക് യഥാർത്ഥത്തിൽ ഇതാണ് ഇവന്റെ തനിരൂപമെന്ന് പറയുന്നത്. ഈ വീഡിയോയിൽ ബഹുമാന്യനായ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സിറാജുദ്ദീൻ ദാരിമി എന്ന് പറയുന്ന മറ്റൊരു മനുഷ്യനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് ഇവന്റെ കൂടെ പഠിച്ച മറ്റൊരു വ്യക്തിയായിരുന്നു സിറാജുദ്ദീൻ ദാരിമി. ഈ സിറാജുദ്ദീൻ ദാരിമിയും ഇവനെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. സുലൈമാൻ എന്നെ അറിയുന്നത് പോലെ വേറൊരാൾക്കും അറിയില്ല. ഉറപ്പാണ് ഈ സൗണ്ട് സുലൈമാന്റെ കാതിലെത്തും. ഞാൻ അവനെ വെല്ലുവിളിക്കുകയാണ്. ദാരിമി ബിരുദം അവന് കിട്ടിയിട്ടുണ്ട് എന്ന് തെളിയിക്കാൻ തയ്യാറായാൽ ഈ രംഗം ഞാൻ വിടും. കാരണം എന്താണ്? അവൻ ദാരിമി എന്ന് പറഞ്ഞിട്ടാണ് സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ഇസ്ലാമിനെയും ഖുർആനിനെയും അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സൗണ്ട് അവന്റെ കാതിലെത്തും. ഉറപ്പാണ്. എടാ സുലൈമാൻ, 2 കൊല്ലം ഒന്നിച്ച് പഠിച്ചവരാണ് നമ്മളിവിടെ. നിന്റെ കണ്ണാടിത്തം കാരണം നിന്റെ ചെവി പിടിച്ചിട്ട് തങ്ങൾ
ഉസ്താദ്, ദാരിമിയാകുന്നതിന് 1 കൊല്ലം മുമ്പ് നന്ദിയുടെ മണിമാറിൽ നിന്നെ പിടിച്ചു വലിച്ചെറിഞ്ഞിട്ടുണ്ട് എങ്കിൽ നിനക്ക് എങ്ങനെ പറയാൻ കഴിയും ദാരിമിയായി എന്ന്? വെല്ലുവിളിക്കുകയാണ് നിന്നെ. അവൻ ദാരിമിയാണെന്ന് പറഞ്ഞ് ഈ സ്ഥാപനത്തിനെതിരെ കരിവാരി തേക്കാൻ വെമ്പുന്ന ഇവിടെയുള്ള വിധേയവാദികളും ഇസ്ലാമിനകത്തുള്ളവരും പുറത്തുള്ളവരും സകലരെയും വെല്ലുവിളിക്കുകയാണ് ഞാൻ. അവൻ ദാരിമിയാണെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ സിറാജുദ്ദീൻ ദാരിമി രംഗം വിടും. ചുരുക്കി പറഞ്ഞാൽ ഇവൻ ഇസ്ലാം മതം വിട്ടുകൊണ്ട് ക്രിസ്തുമതത്തിലേക്ക് പോയത് പദവിക്കും അതോടൊപ്പം സമ്പത്തിനും അവിടെയുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. അല്ലാതെ നേരെ മറിച്ച് ഞാൻ തുടക്കത്തിൽ കാണിച്ചതുപോലെ ഖുർആൻ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്ത് ആ ഖുർആനിലേക്ക് നോക്കിയപ്പോൾ ഖുർആൻ പറഞ്ഞുവത്രേ, നീ ബൈബിളിൽ ചെന്ന് പഠിക്കാൻ, ബൈബിളിൽ ചെന്ന് പരിശോധിക്കാൻ എന്നുള്ള അത് വെറുമൊരു നുണയാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. നോക്കൂ, പഠിപ്പിച്ച ഉസ്താദുമാരെയും ഗുരുനാഥന്മാരെയും മനസ്സുകൊണ്ട് വേദനിപ്പിച്ചാൽ ഒരിക്കലും ജീവിതത്തിൽ ഗുണം പിടിക്കുകയില്ല എന്നുള്ളത് ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഇല്ലാത്ത പേരിൽ ഇസ്ലാമിന്റെ പേരിൽ വ്യാജനുണകൾ പ്രചരിപ്പിച്ചതിനുമൊക്കെ ഇസ്ലാം മതം വിട്ട് ക്രിസ്തുമതത്തിലേക്ക് പോയ മാരോ ജോസഫ് എണ്ണി അനുഭവിക്കുകയാണ്. നോക്കിന്ന് കർമ്മ ന്യൂസ് ഫേസ്ബുക്കിൽ കുറിച്ച ഒരു കുറിപ്പിങ്ങനെയാണ്: മാരോ ജോസഫിന് തീവ്രവാദ സംഘടനയുമായി ബന്ധം, ചോരയിൽ കുളിച്ച് ജിജി മാരിയോയുടെ വെളിപ്പെടുത്തൽ, പഴയ സുലൈമാനിലേക്കോ. നോക്കിയതാണിപ്പോൾ മാരോ ജോസഫിന്റെ അവസ്ഥ. ഇസ്ലാമിക വിമർശനം നടത്തി എത്ര കാലം ഇവൻ സംഘികളെയും ഗൃസംഘികളെയും ഒക്കെ സുഖിപ്പിച്ചു. അതിലൂടെ അവൻ ഒരുപാട് പണവും പ്രശസ്തിയും ഒക്കെ നേടി. അവസാനം അവൻ്റെ മുമ്പുള്ള മതം അതൊരു ഇസ്ലാം മതം ആയതുകൊണ്ട് മാത്രം അവനെ പിടിച്ച് വീണ്ടും സുലൈമാനും കോയയുമാക്കി അവൻ്റെ മേൽ തീവ്രവാദ ബന്ധം വരെ ഇപ്പോൾ ആരോപിക്കപ്പെടുകയാണ്. ഇതൊക്കെ കനത്ത തിരിച്ചടിയാണ്. ഇതിനപ്പുറം ഇനി മാരോ ജോസഫ് കാണേണ്ടി വരും. അള്ളാഹുവിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിനെതിരെ, പരിശുദ്ധ ഖുർആനെതിരെ പച്ചയായ വ്യാജ നുണകൾ പ്രചരിപ്പിച്ചതിന് ഇതിനപ്പുറം ഇനി അനുഭവിക്കേണ്ടി വരും.